കന്നുകാലികളെ പരിപാലിച്ച് അവയെ വിറ്റും അവയുടെ മാംസം വിറ്റും അവയുടെ തോല് വിറ്റും ഒക്കെ ഉപജീവനം കഴിക്കുന്ന നിരവധി കർഷകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വിവിധ മതങ്ങളിൽപ്പെട്ടവർ, വിവിധ ജാതികളിൽപ്പെട്ടവർ, ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരടക്കം അങ്ങനെയുണ്ട്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഞാൻ അറിയുന്ന, ആവർത്തിച്ചു പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഗോമാംസം കഴിക്കരുത് എന്ന് പറയുന്നില്ല. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നത് ഒരു ഭാഗം, നിങ്ങൾക്ക് ആരോഗ്യവാനും സൗന്ദര്യമുള്ളവനുമായ ഉത്തമ പുത്രനെ ലഭിക്കാൻ ദമ്പതിമാരോട് പറയുന്നത് ഗോമാംസം സേവിക്കൂ എന്നാണ്. ആ നിലയിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ പറയുന്നത് ഇത് അറിയാത്തവർ മാത്രമല്ല ഇത് പ്രചരിപ്പിക്കുന്നത്, ബോധപൂർവമുണ്ട്, അജ്ഞത കൊണ്ടുമുണ്ട്. അങ്ങനെ ലോകത്തെ ഇരുട്ടിലാക്കി മാറ്റാൻ എല്ലാവരും കേട്ടല്ലോ. ഇവിടെ നമ്മുടെ ഡോക്ടർ PS ശ്രീകല എന്ന് പറയുന്ന ആ ബഹുമാന്യ വ്യക്തി അവർ പറയുന്ന കാര്യം എന്താണ്? ആരോഗ്യവാനും സൗന്ദര്യമുള്ളവനുമായ ഉത്തമ പുത്രനെ ലഭിക്കാൻ ഗോമാംസം കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് അത് പറയുന്ന അവസരത്തിൽ ഒരു കാര്യം കൂടി പറയായിരുന്നു. ബൃഹദാരണ്യോപനിഷത്ത് എന്ന് പറയുമ്പോൾ അതിൽ എത്രാമത്തെ അധ്യായത്തിലാണ് ഇത് ഉള്ളത്, അതിൽ എത്രാമത്തെ ബ്രാഹ്മണത്തിലാണ് ഇത് ഉള്ളത് എന്ന് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനുശേഷം എത്രാമത്തെ ശ്ലോകം കൂടി പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയൊരു ഉപകാരമായി. കാരണം അത് കണ്ടെത്താൻ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ വേദഗ്രന്ഥങ്ങളെയും അതോടൊപ്പം സരസ്വതി ദേവിയെയൊക്കെ സ്ഥിരമായിട്ട് ബ്രാഹ്മണന്മാരെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അലർജി വരുന്ന ഒരു ശ്യാംകുമാർ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മറുപടിയുമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഒരാൾ മറ്റൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ കുറച്ചും കൂടി കടുപ്പമുള്ളൊരു വീഡിയോ ആയിരുന്നു. കുറച്ചേ ഉള്ളെങ്കിൽ പോലും അത് അതിലേറെ വിഷം കുത്തി നിറച്ച ഒരു വിഷയമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ നോക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ അതിനു വേണ്ടി ഒരു നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഞാൻ ഈ മറുപടിയുമായിട്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. പൊതുജനമല്ല, നമ്മുടെ സജ്ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ടിയാണല്ലോ. നാളെ ഈ വിമർശിക്കുന്ന ആൾക്കാർ എവിടെയും എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷേ സജ്ജനങ്ങളായ ആൾക്കാർക്കിടയിൽ ഇങ്ങനൊരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടിയായിട്ട് വരുന്നത്. ഇനി വിഷയം എന്താണെന്നറിയോ? ഒരാൾ പറയാണ്, ഉത്തമനായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോമാംസം കഴിക്കണം. ഇതിന് അവർ അടയാളപ്പെടുത്തുന്ന എന്താ അറിയോ? ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗ്രന്ഥമായ ഉപനിഷത്തിൽ, അത് ബൃഹദാരണ്യകോപനിഷത്ത് എന്ന് പറയുന്നതിൽ ഈ ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുകയാണ്, ഉത്തമനായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ശക്തിമാനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഈ ഗുരു പറഞ്ഞു കൊടുക്കുന്ന പോലും എന്താണ്, ഗോമാംസം കഴിക്കാൻ വേണ്ടി പറയുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് സംശയമായി. കാരണം ഞാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലൊരു സംശയം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലർക്കും ഇതിന് ഉത്തരം പറയാൻ കഴിയാറില്ല. അപ്പോൾ എന്ത് വേണം? നമ്മളത് സ്വയം കണ്ടെത്തുന്നത് വരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കരുത്, യുക്തിപൂർവ്വം ചിന്തിക്കണം എന്നർത്ഥം. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം നടത്തിയത്. അപ്പോൾ ഇത് ആരാണ് ഈ വിഷയം നമ്മുടെ മുന്നിലേക്ക് ഇട്ടതെന്നറിയോ? നമ്മളോട് ചോദിക്കുന്നത് ഒരു പൊതു സദസ്സിൽ വെച്ചിട്ട് അറിയപ്പെടുന്ന ഒരു അധ്യാപിക, അതോടൊപ്പം എഴുത്തുകാരിയാണ് അവർ, സാമൂഹിക പ്രവർത്തകയാണ് അവർ, വിവിധ സ്ഥാപനങ്ങളുടെ മേധാവി എന്ന നിലകളിൽ കേരളത്തിലെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിത്വമാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്.
ഇവരുടെ പേര് ഡോക്ടർ PS ശ്രീകല എന്നാണ്. ഇദ്ദേഹം മാർക്സിസം, വിദ്യാഭ്യാസം, ഭാഷാസാഹിത്യം, നോവൽ, കഥ, ജീവചരിത്രം, ബാലസാഹിത്യം എന്നീ മേഖലകളിൽ ഒട്ടേറെ പുസ്തകങ്ങളും പഠനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ഡയറക്ടറായിട്ടും ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടറും ഇവർ തന്നെയാണ്. നോക്കണം. അപ്പോൾ ഇത്തരത്തിൽ അതീവ കേമത്വമുള്ള ഒരാളാണ് ഈ ഒരു വിഷയവുമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അവരൊരു സദസ്സിൽ വെച്ച് അതിഘോരമായി പ്രസംഗിക്കുകയാണ്. എന്താണ്? പ്രധാനമായിട്ടും ഗോവിനെക്കുറിച്ച്, പശുവിൻ്റെ വിൽപ്പനയെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം അവർ പറയുന്നത് ഗോമാംസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പറയുന്നു. അത് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിലൊക്കെ വളരെയേറെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും അവർ സംസാരിക്കുന്ന ആ സംസാര ശകലം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ ആദ്യം അത് കേൾക്കുക. അതിനുശേഷം നമുക്കിതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ പറയാം. കന്നുകാലികളെ പരിപാലിച്ച് അവയെ വിറ്റും അവയുടെ മാംസം വിറ്റും അവയുടെ തോല് വിറ്റും ഒക്കെ ഉപജീവനം കഴിക്കുന്ന നിരവധി കർഷകരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. വിവിധ മതങ്ങളിൽപ്പെട്ടവർ, വിവിധ ജാതികളിൽപ്പെട്ടവർ, ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരടക്കം അങ്ങനെയുണ്ട്. ഗോവധ നിരോധനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഞാൻ അറിയുന്ന, ആവർത്തിച്ചു പറയട്ടെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്താണ് ഗോമാംസം കഴിക്കരുത് എന്ന് പറയുന്നില്ല. ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നത് ഒരു ഭാഗം, നിങ്ങൾക്ക് ആരോഗ്യവാനും സൗന്ദര്യമുള്ളവനുമായ ഉത്തമ പുത്രനെ ലഭിക്കാൻ ദമ്പതിമാരോട് പറയുന്നത് ഗോമാംസം സേവിക്കൂ എന്നാണ്. ആ നിലയിൽ നിന്ന് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ പറയുന്നത് ഇത് അറിയാത്തവർ മാത്രമല്ല ഇത് പ്രചരിപ്പിക്കുന്നത്, ബോധപൂർവവുമുണ്ട്, അജ്ഞത കൊണ്ടുമുണ്ട്. അങ്ങനെ ലോകത്തെ ഇരുട്ടിലാക്കി മാറ്റാൻ എല്ലാവരും കേട്ടല്ലോ. ഇവിടെ നമ്മുടെ ഡോക്ടർ PS ശ്രീകല എന്ന് പറയുന്ന ആ ബഹുമാന്യ വ്യക്തി അവർ പറയുന്ന കാര്യം എന്താണ്? ആരോഗ്യവാനും സൗന്ദര്യമുള്ളവനുമായ ഉത്തമ പുത്രനെ ലഭിക്കാൻ ഗോമാംസം കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് അത് പറയുന്ന അവസരത്തിൽ ഒരു കാര്യം കൂടി പറയായിരുന്നു. ബൃഹദാരണ്യോപനിഷത്ത് എന്ന് പറയുമ്പോൾ അതിൽ എത്രാമത്തെ അധ്യായത്തിലാണ് ഇത് ഉള്ളത്, അതിൽ എത്രാമത്തെ ബ്രാഹ്മണത്തിലാണ് ഇത് ഉള്ളത് എന്ന് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിനുശേഷം എത്രാമത്തെ ശ്ലോകം കൂടി പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയൊരു ഉപകാരമായി. കാരണം അത് കണ്ടെത്താലോ. പക്ഷെ ഇവരതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നതറിയാം, ഇത് അവരെവിടെയോ നിന്ന് കേട്ട കാര്യമാണ്. ആരോ, കാരണം പ്രത്യേകിച്ച് ഇവരുടെ ആ ഗുണഗണങ്ങൾ പറയുമ്പോൾ മാർക്സിസത്തിലൊക്കെ വളരെയേറെ പ്രാവീണ്യം, അല്ല ഇതിനനുസരിച്ച് കുറേ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ആളാണ്. അപ്പോൾ അവരുടെ സന്തത സഹചാരികൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ഏതോ വേദിയിൽ നിന്നും ആരോ പറയുന്നത് കേട്ടിട്ട് വന്ന് പറയുന്നതായിരിക്കണം അവർ. നല്ലൊരു പ്രഭാഷകയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സംഭാഷണ ശകലങ്ങളൊക്കെ വളരെ നല്ല ഒരു ഇതിലാണ് പറയുന്നത്. നല്ല ഐശ്വര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താ, അവർ കേട്ടത് ഒരു വേദിയിൽ കിട്ടിയ ചാൻസിൽ അങ്ങ് പൊട്ടിച്ചു. അവർ കേട്ട കാര്യം എന്താണോ, ആരോ എവിടുന്നോ ഛർദ്ദിച്ചു, അതിൽ എത്ര യാഥാർത്ഥ്യം ഉണ്ടോ ഒന്നും അവർ നോക്കിയില്ല. അത് അതേപടി വാരി എടുത്തിട്ട് അണ്ണാക്കിലേക്ക് തള്ളി എന്നിട്ട് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് വിളമ്പി. ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവർ ഈ പറയുന്ന അവസരത്തിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യത്തെ വനിതാ ഡയറക്ടറായിരുന്നല്ലോ ഇവർ. ആ വനിതാ ഡയറക്ടറുടെ കീഴിലുള്ള ആ പ്രസിദ്ധീകരണശാലയിൽ ഈ ബൃഹദാരണ്യോപനിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് നോക്കിയിരുന്നെങ്കിൽ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇത്ര വിഷമമില്ലാതെ തന്നെ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അവരങ്ങനെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആ പുസ്തകം എടുത്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയുക, ഞാൻ ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ അടുത്തുണ്ട് കുറേ ഉപനിഷത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, ഞാൻ അതങ്ങോട്ട് എടുത്തു. ഇതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണത് കേട്ടോ. ഇതാണ് ഒരു ഉപനിഷത്തിൻ്റെ പുസ്തകം, ഉപനിഷത്ത് സർവസ്വം എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇതിൽ ബൃഹദാരണ്യോപനിഷത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അവിടുത്തെ നിൽക്കട്ടെ. മറ്റൊന്ന് ഇതാണ്,
ഇതും അതുപോലെ തന്നെ 108 ഉപനിഷത്തിന്റെ ഒരു പുസ്തകമാണ്. ഇത് രണ്ടും അറിയപ്പെടുന്ന പണ്ഡിതന്മാരെഴുതിയതാ. എന്നെപ്പോലത്തെ സാധാരണക്കാർക്കൊന്നും ഇതിന്റെ ആ അയലത്തേക്ക് പോലും എത്താൻ പറ്റില്ല. അപ്പൊ അത്രയും കേവന്മാരായ ആൾക്കാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇതെന്നർത്ഥം. ഇതിപ്പം പ്രശാന്തി പബ്ലിക്കേഷൻ്റെ മുൻ വൈസ് ചാൻസലർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ NP ഉണ്ണിയാണ് ഇതിൻ്റെ സംശോധകൻ ഈ ഒരു പുസ്തകത്തിൻ്റെ. അപ്പോൾ ഇത് കൂടാതെ പിന്നെ എൻ്റെ അടുത്ത് വേറെയും കുറേ പുസ്തകങ്ങളുണ്ട്. ഉപനിഷത്തിനെ കുറിച്ചൊക്കെ നിരവധി പുസ്തകങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ശ്രീമാൻ നമ്പൂതിരിയുടെ പുസ്തകങ്ങൾ, അതൊക്കെ ഞാൻ ഇതിലൂടെ കണ്ണോടിച്ച് നോക്കി ഇതിലെന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നറിയത്തി. ഇത് കൂടാതെ നമ്മുടെ മൃഡാനന്ദ സ്വാമിയുടെ ഈ പറയുന്ന ബൃഹദാരണ്യോപനിഷത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പണ്ഡിതരത്നമായിട്ടുള്ള KP നാരായണ പിഷാരടി എഴുതിയിട്ടുള്ള ഈ പറയുന്ന 108 ഉപനിഷത്തുക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് തലങ്ങും വിലങ്ങും വെച്ച് നോക്കി എവിടെയെങ്കിലും ഇങ്ങനെയുണ്ടോ എന്ന്. അപ്പോഴാണ് ഒരു പുസ്തകത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് കണ്ടെത്തി. ഏതറിയാം? ആവശ്യത്തിനും അനാവശ്യത്തിനും വലിയ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന കുറച്ച് അറിവുണ്ട്. പക്ഷെ ആ അറിവ് യഥാവിധി ഗുരുവിൽ നിന്ന് കിട്ടിയതല്ല, തൻ്റെ ഊഹത്തിൽ നിന്ന് ഊഹിച്ചെടുത്ത് എഴുതിയ ഒരു പുസ്തകമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള 108 ഉപനിഷത്തുക്കളുടെ സമാഹാരം എന്ന് പറയുന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പൊ ആ പുസ്തകത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഇത് വന്നില്ല. അതും ഗോമാംസം എന്നല്ല കേട്ടോ ഉള്ളത്. അതും ഗോമാംസമല്ല, മാംസം കഴിക്കണം എന്ന് പറയുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആരോഗ്യവാനായിട്ടുള്ള സൗന്ദര്യമുള്ളവനും ആയിട്ടുള്ള ഒരു ഉത്തമനായിട്ടുള്ള ഒരു പുത്രനെ ലഭിക്കാൻ എന്ത് വേണമെന്ന് പറയുമ്പോൾ വെങ്ങാനൂർ ബാലകൃഷ്ണന്റെ പുസ്തകത്തിൽ മാത്രം പറയുന്നു അവിടെ മാംസം കഴിക്കണം എന്ന്. എന്നാൽ അദ്ദേഹത്തിന്റെ നിഗമനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല. ആ ശ്ലോകം ഇതിനെക്കുറിച്ച് ഈ ഒരു കുട്ടി, ഉത്തമനായ ഒരു കുട്ടി ഉണ്ടാവാൻ, അത് ഓരോ കഴിവുകളുള്ള കുട്ടികൾ, ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓരോരോ തരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് 6-ാം അധ്യായത്തിലെ 4-ാം ബ്രാഹ്മണകത്തില് 14 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണെന്നുള്ളത് അതിലുള്ള എല്ലാ പുസ്തകം ഇന്ന് വിപണിയിലുള്ള 99% പുസ്തകത്തിലും പറയുന്നത് ഒന്ന്. എന്നാൽ വെങ്ങാനൂർ ബാലകൃഷ്ണന്റെ പുസ്തകത്തിൽ മാത്രം പറയുന്നു അവിടെ മാംസം കഴിക്കണമെന്ന്. ഏത്? ആരോഗ്യമുള്ളവൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അതിന് നമുക്കൊരിക്കലും കുറ്റം പറയേണ്ട. അദ്ദേഹത്തിൻ്റെതായ ലെവലിൽ കുറച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെയാണ് 4 വേദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മുഴുവൻ തന്നെ പണ്ഡിതന്മാരായ പലരും എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു കാണിച്ചാൽ അത് മുഴുവൻ തന്നെ തെറ്റുകളുടെ കൂമ്പാരമാണെന്നാണ്. തെറ്റുകളുടെ കൂമ്പാരമാണ്. വേദങ്ങളെ വളച്ചൊടിച്ച് വികൃതമാക്കിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളതാണ് വെങ്ങാനൂർ ബാലകൃഷ്ണന്റെ ചതുർവേദങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ. 4 പുസ്തകങ്ങൾ, അത് 4 എൻ്റെ അടുത്തുണ്ട്. 4 എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇത്തരത്തിൽ മാംസഭക്ഷണം കഴിക്കണം, ആരോഗ്യവാനായിട്ടുള്ള കുട്ടി ഉണ്ടാവാൻ എന്നുള്ളത്. അതിൽ തെറ്റില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ. എന്തുകൊണ്ടാ? നമ്മൾ ആരും തന്നെ ഒരു ഹിന്ദു പുരാണത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ മാംസം കഴിക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓരോ ആൾക്കാരുടെയും ഏത് തരത്തിലുള്ള പുത്രനാണോ ഉണ്ടാവേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ആരോഗ്യമുള്ള പുത്രൻ ഉണ്ടാകേണ്ടത് ഏതവസരത്തിലാണ്? ക്ഷത്രിയനാണ്. അപ്പൊ ക്ഷത്രിയന്മാരായ ആൾക്കാർക്ക് ക്ഷാത്രവീര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർക്ക് പലതിനെയും കൊല്ലേണ്ടി വരും. ശത്രുക്കളായ ആൾക്കാർ മനുഷ്യരായ പോലും അവരെ കൊന്നുകളയേണ്ടി വരും. അവർക്കെതിരെ ക്രൂരമായ കൃത്യങ്ങൾ പലതും ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് ആരോഗ്യം വേണം, അവർക്ക് മനസ്സിന് ബലം വേണം. അത് രക്തം കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങാൻ പാടില്ലാത്ത തരത്തിലായിരിക്കണം. അങ്ങനെയാകുമ്പോൾ അവർക്ക് നായാട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ വനങ്ങളിൽ പോയി ക്രൂരമൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. യുദ്ധത്തിൽ എതിർ പട്ടാളക്കാരെ കൊല്ലുന്നുണ്ട്. അതിനുള്ള മനോധൈര്യം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിൽ മൃഗങ്ങളെയും മറ്റും കൊന്നിട്ട് അവർക്ക് മനസ്സിന് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പണ്ടേ ഉള്ളതാണ്. എല്ലാ രാജാക്കന്മാരും നായാട്ടിന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷത്രിയന്മാരായ ആൾക്കാരെ അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായ ആൾക്കാരുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇത്തരത്തിൽ അവർക്ക് മാംസം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ബുദ്ധിമാന്മാരായിട്ടുള്ള, അറിവുള്ളവനായിട്ടുള്ള, അറിവ് പകർന്നു കൊടുക്കുന്നവനായിട്ടുള്ള, സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർ കഴിക്കേണ്ടുന്ന ഭക്ഷണത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്.
എന്നാൽ ഇവിടെ വെങ്ങാനൂർ ബാലകൃഷ്ണൻ പറയുന്നത് മാംസം കഴിക്കണമെന്നാണ് പറയുന്നത്. ഏത്? അതിനെ വളച്ചൊടിച്ചിട്ട് ആണ് ഇവിടെ നമ്മുടെ ആ സഹോദരി പറഞ്ഞിരിക്കുന്നത് ഗോമാംസം എന്ന്. അവിടെ മാംസം എന്നാണ് അവർ പറയുന്നത്, ഇവിടെ ഗോമാംസം കഴിക്കണമെന്ന്. എന്നാൽ ഞാൻ എൻ്റെ ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, ബഹുമാനപ്പെട്ട PS ശ്രീകലാ മേഡം, അങ്ങ് ഈ ഇന്ന് വിപണിയിലുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഗോമാംസം കഴിക്കണം, ആരോഗ്യവാനായ പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ട് ഗോമാംസം കഴിക്കണം എന്ന് ഏതെങ്കിലും നല്ല അറിവുള്ള ഒരു ആചാര്യൻ എഴുതിയ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അങ്ങക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അത് ഒരു വെല്ലുവിളിയായിട്ട് അങ്ങ് സ്വീകരിച്ചും കൊണ്ട് അതങ്ങ് കാണിച്ചു തരികയാണെങ്കിൽ അത് വലിയ ഒരു വിപ്ലവം തന്നെ. കാരണം വെച്ചാൽ ഇവിടെ ഇത്രയും കാലം ഗോമാംസത്തിനെതിരെ പ്രവർത്തിച്ച എല്ലാവരുടെയും വായ അടപ്പിക്കാനുള്ള ഒരു സംവിധാനമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട് അങ്ങേക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ 2 ഗ്രന്ഥം ഞാൻ അങ്ങേക്ക് മുന്നിൽ വെച്ചു, അല്ലെങ്കിൽ ഞാൻ പൊതുജന മധ്യത്തിൽ വെച്ചു. ഈ പുസ്തകത്തിൽ എവിടെയും അങ്ങനെയില്ല. 14 മുതൽ 19 വരെയുള്ള ഈ ശ്ലോകങ്ങളിൽ എവിടെയും തന്നെ ഈ പറയുന്ന ഗോമാംസം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. മറിച്ച് 18ാമത്തെ ശ്ലോകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വെങ്ങാനൂരിനും തെറ്റുപറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപ്രകാരം ഇവിടെ പറയുന്നത് വെച്ചാൽ, പണ്ഡിതനായ പുത്രി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ കുട്ടി 100 കൊല്ലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എള്ളോട് കൂടിയ അരി വേവിച്ച് നെയ്യും ചേർത്ത് 2 പേരും ഭക്ഷിക്കണമെന്ന് പറയുന്നു. എന്നാൽ 19ാമത്തെ ശ്ലോകം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: തൻ്റെ പുത്രൻ പണ്ഡിതനും ഏത് സദസ്സുകളിൽ നിർഭയം പ്രവേശിക്കുന്നവനും ശ്രവണമധുരമായ ശബ്ദത്തോടു കൂടിയവനുമായിരിക്കണമെന്ന് ഏതെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുവോ, അവന് എല്ലാ വേദങ്ങളും അധ്യയനം ചെയ്തുകൊണ്ട് പൂർണ്ണമായി 100 സംവത്സരം വരെ ജീവിച്ചിരിക്കുകയും ചെയ്ത് ആ പുരുഷനും അവൻ്റെ പത്നിയും ഔഷധികളുടെ കൊഴുപ്പും അരിയും കൂടി പാകം ചെയ്ത് അതിൽ നെയ്യും ചേർത്ത് ഭക്ഷിക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ ഔഷധികളുടെ കൊഴുപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ സത്താണ് ഇവിടെ എടുക്കേണ്ടത് എന്നർത്ഥം. ഇത് തന്നെയാണ് ഈ പറയുന്ന ഈ ഗ്രന്ഥത്തിലും പറയുന്നത്. ഇവിടെ രണ്ടും ഉള്ളത് ഒരേ കാര്യം തന്നെയാണ്. കാരണം അവിടെ പറഞ്ഞത് ഔഷധങ്ങളുടെ മാംസളമായ ഭാഗങ്ങൾ നല്ലതുപോലെ ഞെരടിയെടുത്ത് അതിൽ അരിയിട്ട് വേവിച്ച് നെയ്യ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ തരത്തിൽ ആരോഗ്യവാനായിട്ടുള്ള, അതോടൊപ്പം തന്നെ ശക്തിമാനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അത് എന്താണ്? മാംസളമായ പഴങ്ങളുടെ ഔഷധങ്ങൾ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഋഷഭകം എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ വെങ്ങാനൂരും അതുപോലെ തന്നെ മറ്റുള്ളവരും എടുത്തുകൊണ്ടുവരുന്നത്. എന്നാൽ ഋഷഭകം എന്ന് പറയുന്ന വാക്കിന് കൃത്യമായ ഒരു അർത്ഥം പറഞ്ഞ് ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയാണ്. കാളയുടെ മാംസളമായ ഭാഗങ്ങൾ വെള്ളത്തിൽ ഞെരടിയിട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ ഋഷഭം എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഋഷഭകം എന്നാണ്. അപ്പോൾ ഋഷഭകം എന്നുള്ള വാക്കിന് ശബ്ദതരാവലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ കഴിയും. ഋഷഭകം എന്ന് പറയുന്നത് ഒരു പർവ്വതത്തിന് ഒരു പേരുണ്ട്, രണ്ടാമത് ഒരു ഔഷധിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു ഔഷധിയാണ് എന്നുകൂടി ശബ്ദതരാവലിയിൽ എടുത്തു പറയുമ്പോൾ അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപനിഷത്തിലും കൊടുത്തിരിക്കുന്നത്, ബൃഹദാരണ്യോപനിഷത്തിലും ഔഷധി എന്ന്. അപ്പോൾ ഈ ഔഷധി നമ്മൾ യഥാവിധം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഗുണമുണ്ടാകും എന്ന് പറയുന്നു. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഋഷഭകം എന്ന വാക്കിനാണ് വെങ്ങാനൂർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി കാളയിറച്ചി എന്നവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, സംസ്കൃതത്തിൽ നമ്മുടെ സാധാരണ നമ്മൾ കറിക്കൊക്കെ ഇടുന്ന കറിവേപ്പുണ്ട്. ഈ കറിവേപ്പ് എന്ന് പറയുന്ന ആ ചെടിക്ക് സംസ്കൃതത്തിൽ പറയുന്നത് കാളശാകം എന്നാണ്. ഈ കാളശാകം എന്ന് പറയുന്ന പേര് എന്തിൻ്റെയാണ്? കറിവേപ്പിൻ്റെ മറ്റൊരു സംസ്കൃതത്തിലുള്ള പേരാണ്. അപ്പോൾ ഇത് കാളയിറച്ചിയാണെന്ന് പറഞ്ഞേക്കുമോ ഈ ബാലകൃഷ്ണൻ എന്നൊരു സംശയം. അതുപോലെ തന്നെയാണ്
ഈ കൊടിത്തൂവ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട്. ഈ കൊടിത്തൂവ എന്ന് പറയുന്ന ഔഷധ സസ്യത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് കാളി എന്നാണ്. അതോടൊപ്പം തന്നെ ഞാവൽപ്പഴം എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. അതിന് സംസ്കൃതത്തിൽ നന്ദി എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ശിവവാഹനമായ നന്ദിയുടെ അതേ പേര്. അപ്പോൾ ഞാവൽപ്പഴം കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് സംസ്കൃതത്തിൽ നന്ദി കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? കാളയെ കഴിക്കണമെന്ന് നിങ്ങൾ പറയില്ലേ? ഇതുപോലെ തന്നെയാണ് ഇവിടെ ഋഷഭകം എന്ന് പറയുന്ന ഔഷധി കഴിക്കണം എന്നുള്ളതിന് പകരം കാളയെ കഴിക്കണമെന്ന് വെങ്ങാനൂർ ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് പലരും ഇതിന്ന് പറഞ്ഞു നടക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കുക. എന്നാൽ ഈ വെങ്ങാനൂർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹത് വ്യക്തി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഹിന്ദു പുരാണങ്ങളെ വളച്ചൊടിച്ച് വികൃതമാക്കി ഈ സജ്ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും ആർഷശ്രീ എന്ന് പറയുന്ന പ്രസാധകരാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാൽ അവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരാണ്, കൂലി എഴുത്തുകാരാണ് ഈ ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികളെ വഴിതെറ്റിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഉപനിഷത്തിലും അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം താളിയോല എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വിഡ്ഢിത്തങ്ങളുടെ കൂമ്പാരമാണത്, താളിയോല എന്ന് പറയുന്നത്. ആദ്യമായിട്ട് അദ്ദേഹമാണ് അങ്ങനെ ഒരു പുസ്തകം വന്നത്. കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ കാട് കയറി എഴുതി നമ്മുടെ ഓരോ ആൾക്കാരും വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഉപനിഷത്തിലും ഇങ്ങനെ മാംസം കഴിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. നോക്കണം എവിടം വരെ എത്തി എന്നുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ് എന്ന് പറയും, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ ചില ആൾക്കാർ പറയും. പക്ഷേ ഒരു വിഭാഗം ആൾക്കാരുടെ വിശ്വാസത്തെ ഹനിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കും വിധത്തിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നത് യഥാവിധി ക്രിമിനൽ കുറ്റമാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരാൾ നിയമപരമായിട്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് കൃത്യമായ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് മറ്റ് പലതരത്തിലുള്ള കുട്ടികൾ, വെളുത്ത നിറമുള്ള കുട്ടിയുണ്ടാവാൻ, കറുത്ത നിറമുള്ള കുട്ടിയുണ്ടാകാൻ എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അവൻ ആയുസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സ്വഭാവശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ നല്ല രീതിയിലുള്ള പ്രശസ്തി ഉള്ള ഒരാളായി തീരാൻ വേണ്ടി, അതുപോലെ നല്ല പണ്ഡിതനാവാൻ വേണ്ടി, ഇങ്ങനെ ഓരോ തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാൻ എന്തൊക്കെയാണ് നമ്മൾ മാതാപിതാക്കൾ ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിനടുത്താണ് ഈ പറയുന്ന ഒരു വിഷയം ഇവർ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. ഇവർക്ക് സമർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ പറയുന്ന പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ മാംസം ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. പക്ഷേ ഹിന്ദു പുരാണങ്ങളിൽ എവിടെയും, ഇനി ഈ ബൃഹദാരണ്യോപനിഷത്ത് മാത്രമല്ല, പലരും പറയാറുണ്ട് വേദങ്ങളിൽ പറയുന്നുണ്ട് എന്ന് ഗോമാംസം കഴിക്കാൻ. എന്നാൽ വേദങ്ങളിലും അവിടെ എവിടെയും പറയുന്നില്ല. മറിച്ച് വേദങ്ങളിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഞാനിവിടെ സൂചിപ്പിക്കാം. ഇതൊക്കെ നമ്മുടെ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ വേദങ്ങളിൽ പറയുന്നത് യജുർവേദത്തിലെ 36:18 എന്ന് പറയുന്ന ശ്ലോകം, അതുപോലെ തന്നെ 13:43 എന്ന് പറയുന്ന ശ്ലോകം യജുർവേദത്തിലും വേണമെങ്കിൽ അടിവരയിട്ട് എഴുതിയെടുക്കാം. അതുപോലെ അഥർവവേദത്തിൽ 11:2 അതുപോലെ തന്നെ 4:21-7 10:1-29 രണ്ട് വേദമായി. മൂന്നാമത്തേത് ഋഗ്വേദത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 8:101-15 അതുപോലെ 10-ാം മണ്ഡലത്തിലെ 87-16 ശ്ലോകം കൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി സൂചിപ്പിക്കാം. മഹാഭാരതത്തിലെ ശാന്തി പർവത്തിൽ 265-47 ശ്ലോകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാഗത്തെല്ലാം തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഗോമാംസം കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചാണ്. കഴിക്കാൻ എവിടെയും പറയുന്നില്ല. എല്ലാ വേദങ്ങളിലും 3 വേദങ്ങളിലും മഹാഭാരതത്തിലും എടുത്തു പറയുന്നു ഗോമാംസം കഴിച്ചാലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്. മാത്രവുമല്ല അന്ന് ആ കാലഘട്ടത്തിൽ ഇത് കഴിച്ചാൽ കൊടുത്തിരുന്ന
പിഴ അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണ് എന്നൊക്കെ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ആൾക്കാർ കാണാറില്ല, ഇത് പലരും അറിയുന്നില്ല. മാംസം കഴിക്കുന്നതിനെ ആരും വിമർശിക്കുന്നില്ല. നിങ്ങൾ എന്ത് മാംസം കഴിച്ചോളൂ, പക്ഷേ ഗോമാംസം കഴിക്കാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നു. എല്ലാ മാംസങ്ങളായാലും ഏത് ഭക്ഷണമായാലും മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്, അവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഗോമാംസം കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇത് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ അടുത്ത ഒരു വീഡിയോ ഞാൻ കണ്ടു. നമ്മുടെ എന്താണ് മുസ്ലിം പണ്ഡിതനായ പൊന്നുരുന്നി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും കറവുള്ളതിനെ അറക്കരുതെന്ന് ഇവിടെ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ പശു കറവ പറ്റിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അതാണ് പശുവിൻ്റെ മാംസം ദോഷം കേടുള്ളതാണെന്ന് നബി ഹദീസിലുണ്ട്. വിഷം എന്നല്ല, അത് രോഗം ഉണ്ടാക്കുന്നതാണ്. അത് ഈ കറവ പറ്റിയാൽ അവർ ചപ്പിറച്ചിയായിരിക്കും. അത് ഈ അർസസ് പോലത്തെ അസുഖങ്ങളൊന്നും ഇറച്ചി പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടതെന്നറിയോ, ഗോമാംസം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗോമാംസം കഴിച്ചാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന കരുണ, ദയ, ഒരാളൊരു വിഷമപ്പെട്ട് കിടക്കുന്ന സമയത്ത് അവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ദയ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് നഷ്ടപ്പെടും. ഒരു സഹജീവികളുടെ പോലും കാരുണ്യം തോന്നില്ല. എന്തിന് കൂടപ്പറപ്പിനെ പോലും വെട്ടിക്കൊല്ലുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറും. എന്നുവെച്ചാൽ ദയയും കാരുണ്യം എന്ന് പറയുന്ന വികാരം നമ്മളിൽ നിന്ന് നഷ്ടമാകും എന്ന്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് നമ്മൾ പത്രമാധ്യമം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വിവരണം നോക്കൂ. അവരുടെ പേര് വിവരങ്ങളിൽ നോക്കുക. ക്രിമിനൽ കേസുകളിൽ പെൺവാണിഭം, തീവ്രവാദം, ഭീകരവാദം, ലഹരികടത്ത്, കള്ളക്കടത്ത്, കൊല, കൊള്ള, തട്ടിപ്പ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അവരുടെ കൂട്ടാളികളെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഈ ഗോമാംസം കഴിക്കുന്ന ആളായിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ഗോമാംസം കഴിച്ചാൽ അവരുടെ ഈ കാരുണ്യമൊക്കെ അങ്ങോട്ട് പോകും. അപ്പം ആരെയും കൊല്ലാനോ നശിപ്പിക്കാനോ കടക്കാനോ പിടിച്ചു പറിക്കാനോ എന്ത് വൃത്തികേട് കാണിക്കാനോ അവർക്കൊരു ഉളുപ്പും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കാരുണ്യം അവർക്ക് ഉണ്ടാവില്ല. എന്ത് വേണം ചെയ്യും എന്നർത്ഥം. അപ്പോൾ അതിന് വ്യക്തമായിട്ട് ഇത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഇതിപ്പം മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പൊന്നുരുക്കി നമ്മുടെ മുസ്ലിയാർ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ അതിനെ എല്ലാവരും തന്നെ അതിനനുസരിച്ച് വിമർശിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏതൊരു മതഗ്രന്ഥവും അവരുടെ അനുയായികൾക്ക് വേണ്ടി അവർ പറയുന്നതാണ് ഇന്ന മാംസം കഴിക്കരുതെന്ന്. ഉദാഹരണത്തിന് മുഹമ്മദിയ വിഭാഗക്കാർ പന്നി മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അവരത് കഴിക്കാറില്ല, ആരും അത് ചോദ്യം ചെയ്യാറില്ല. കാരണം അവരെന്തെങ്കിലും അതിനൊരു ദോഷം കാണുന്നുണ്ടാവും. ആ ദോഷമാണ് അവരുടെ ആൾക്കാരത് പാലിക്കുന്നത്. അതുപോലെ ഹൈന്ദവ സനാതനധർമ്മ വിശ്വാസികൾക്ക് വേണ്ടി അവരാചാര്യന്മാരായി സങ്കല്പിച്ചിട്ടുള്ള ഋഷീശ്വരന്മാർ തയ്യാറാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലുള്ളതാണ് ഈ കാര്യങ്ങൾ. അവിടെയാണ് നമ്മുടെ PS ശ്രീലേഖ എന്ന് പറയുന്ന മേഡം വന്നിട്ട് പറയാണ്, പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് ഇത് അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നൊക്കെ. ബഹുമാനപ്പെട്ട ശ്രീകല മേഡം, അങ്ങ് എന്ത് വേണമെന്ന് വെച്ചാൽ അങ്ങ് ഡയറക്ടറായിട്ടുണ്ടായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവരുടെ തന്നെ പുസ്തകങ്ങളുണ്ട് ഈ ഉപനിഷത്ത്, അതെടുത്തിട്ടൊന്ന് വായിക്കാം. എന്നതിന് ശേഷം അങ്ങ് വിമർശിക്കാം. അത് നല്ല ഒരു പ്രാസംഗികയാണ്, നല്ല കഴിവും കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് സജ്ജനങ്ങളെ മാനസികമായി പീഡിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാകാം. കാരണം ഹിന്ദു സമാജത്തിനെയോ ഹിന്ദു മതഗ്രന്ഥങ്ങളെയോ അല്ലെ ഹിന്ദു ആചാര്യന്മാരെയോ ഹിന്ദു ദേവീ ദേവന്മാരെയോ
ഏതൊക്കെ തരത്തിൽ വൃത്തികേടുകളിലൂടെ അവതരിപ്പിക്കാൻ പറ്റുമോ അവർക്കെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രോത്സാഹനം കിട്ടുന്ന ഒരു സ്ഥലമായി തീർന്നിരിക്കുകയാണ് കേരളം. അപ്പോൾ അങ്ങക്ക് ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതിലൂടെ വല്ല അവാർഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളോ ലഭിക്കുമെന്നാണ് അങ്ങ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള സജ്ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. അങ്ങയെ മറ്റുള്ളവർ ഇപ്പോൾ വിലയിരുത്തി തുടങ്ങിക്കഴിഞ്ഞു. അറിയാതെ അന്ന് പലരും കൈയടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പലരും ചിന്തിച്ചു തുടങ്ങി. അങ്ങ് പറയുന്നത് പോലെ നിരവധി ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാവരും ചിന്തിച്ചു തുടങ്ങി. എല്ലാം തന്നെ കാര്യം നേടാൻ വേണ്ടി ചെയ്യുന്ന വാക്കുകളാണ് ഇതെന്ന്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അങ്ങ് ഇത് മറ്റുള്ള വേദിയിലെത്തിക്കഴിഞ്ഞാൽ പറയാതിരിക്കുക. അതേ അവസരത്തിൽ അങ്ങ് ഈ ഒരു കാര്യത്തിൽ ഈ മറ്റു യഥാർത്ഥ പുസ്തകങ്ങൾ വേണ്ട, അങ്ങയുടെ കീഴിലുള്ള ഗ്രന്ഥങ്ങൾ എന്നെ എടുത്ത് വച്ച് നോക്കിയിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു വേദിയിലെത്തിയിട്ട് ഇത് തിരുത്തി പറയാനുള്ള ഒരു ആർജവം കൂടി കാണിക്കണമെന്ന് മാത്രം അങ്ങയോട് പറയട്ടെ. ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇത്രയും പറയാൻ കാരണം ഇത്തരത്തിൽ നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു കാര്യം നമ്മൾ തറപ്പിച്ച് തീരുമാനിച്ചുള്ളൂ. ഒരു ഗ്രന്ഥത്തിലും, ഹിന്ദുവിൻ്റെ ഒരു ഗ്രന്ഥത്തിലും, അത് മനുസ്മൃതിയല്ല, ഇനി ഏത് സ്മൃതി എടുത്താലും 120ഓളം സ്മൃതികൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സ്മൃതികളിൽ പോലും ഗോമാംസം കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല എന്നുകൂടി ഓർക്കുക. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരത്തിൽ സനാതന ധർമ്മത്തിന് താറടിച്ച് കാണിച്ച് കയ്യടി നേടാൻ ആഗ്രഹിക്കുന്ന ചില ബിരുദന്മാരുണ്ടാവും. അവരുടെ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.